അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, നമ്മൾ ഒരു യോഗേന്ദ്ര യാദവിൻ്റെ ഒരു സൗണ്ട് ബൈറ്റ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇന്നലത്തെ പ്രതിഷേധത്തിന് ശേഷം യോഗേന്ദ്ര യാദവിൻ്റെ വാക്കുകൾ ഒന്ന് നമുക്ക് കേൾക്കണം. അതിലാണ് വളരെ കൃത്യമായ ഗൂഢാലോചന ഈ രാജ്യത്തിനെതിരെ നടക്കുന്നു എന്ന് സംശയിക്കേണ്ടത്. അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് നമുക്ക് കേട്ട് വന്നതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. आपने आज सिर्फ फाउंडेशन डाली, आंदोलन को आगे बढ़ाना होगा. यह आंदोलन पीछे तो नहीं हट सकता, इसे अब और आगे बढ़ना होगा. और आगे बढ़ाने के लिए 3 चीज. पहला, मुद्दों का विस्तार करना होगा. दूसरा, ये सिर्फ दिल्ली के जंतर मंतर नहीं, देश के हर शहर, हर जिले, हर गांव में इसका विस्तार होना होगा. और तीसरा, इसका फैसला सामूहिक और बड़े तरीके से होना होगा. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഈ യോഗേന്ദ്ര യാദവ് പറഞ്ഞു വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആ പോയിന്റ് എന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസ വിഷയത്തിൽ മാത്രമായി ഈ വിഷയം പരിമിതപ്പെടുത്തരുത്, മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി കടക്കണം. മാത്രവുമല്ല, ഡൽഹിക്ക് പുറത്ത് പ്രധാനപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കണം. നമ്മൾ ആത്യന്തിക ലക്ഷ്യം നേടുന്നത് വരെ, അതായത് മോദി ഭരണം ഇവിടെ അവസാനിക്കുന്നത് വരെ ഈ സമരം തുടരണം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? ഈ യോഗേന്ദ്ര യാദവിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അയാളുടെ വാക്കുകൾ തന്നെ വലിയൊരു മുന്നറിയിപ്പ് ആണ്. കോമഡിയാണ് ഈ യോഗേന്ദ്ര യാദവ്, കോമഡിയാ. ഇയാള് ഹരിയാന തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണുന്നന്ന് രാവിലെ 8:30 വരെ BJP തോൽക്കുന്നു പറഞ്ഞ ആളാണ്. പോട്ടെ, ബംഗാൾ ഇലക്ഷൻ, ഇക്കഴിഞ്ഞ ബംഗാൾ ഇലക്ഷൻ്റെ അന്ന് രാവിലെ 8:30 മണിക്ക് പെട്ടി പൊട്ടിക്കുന്നവരെ BJP തോൽപ്പിക്കും. BJP വിരോധം, ഒരു BJP ഫോബിയ പിടിച്ചിട്ട് എന്തോ തകരാറ് സംഭവിച്ച ആളാണ് ഇയാൾ. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ പിടിച്ച് പുറത്താക്കിയതാണ്, സഹിക്കാൻ പറ്റായിട്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കലാണ് പണി. ഇയാൾ വിളിച്ചാൽ ഡൽഹിയിൽ, ഇയാളുടെ നാട്ടിൽ ഹരിയാനയിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലും കിട്ടൂല. ഇതാണ് അവസ്ഥ. ഇത് കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കാൻ പോയിരുന്നു, എന്താ ജോഡോ യാത്രയ്ക്ക്. അതോടുകൂടി ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ പരാജയം ഉറപ്പുവരുത്തി. മൂപ്പർ എവിടെ നിന്നാലും അവിടെ പരാജയമാണ്. അതുകൊണ്ട് ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. അതൊക്കെ BJP ഫോബിയ വാദിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ് നടക്കുക. ഒരു ഗൂഢാലോചനയും നടക്കൂല, ഒരു മണ്ണാങ്കട്ട ഇന്ത്യയിൽ നടക്കൂല. ഇവർക്കൊന്നും ഇന്ത്യ രാജ്യത്ത് എവിടെയും ഒരു വലിയ പ്രക്ഷോഭം നടത്താനുള്ള കപ്പാസിറ്റി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, കൽക്കട്ടയിൽ ഇവർ നടത്തുമോ? ഒരു 500 ആളെ ജാഥ നടത്തുമോ? ഇവർക്ക് ആളെ കിട്ടൂല. കിട്ടുമോ? ലക്നൌവിൽ നടത്തുമോ? ബോംബെയിൽ നടത്തുമോ? അവിടെയൊക്കെ തോറ്റു തുന്നം പാടിപ്പോയി. ഇത് ഇന്ത്യയിൽ നിന്ന് മുഴുവൻ ആളുകളെ അടിച്ചു കൂട്ടി ഒരു 10,000 ആളെ ഡൽഹി കൊണ്ടുവന്നിട്ടുള്ള അഭ്യാസമാണ്. ആകെ 10,000 ആളാണ് ഡൽഹിയിലുള്ളത് എല്ലാത്തിനും കൂടി. ഈ 10,000 ആളെ വെച്ചിട്ട് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നത്. ഈ കേരളത്തിനെതിരെ SFIക്കാർ ജാഥയ്ക്ക് പോയി, പോലീസുകാർ നല്ല പെടപടച്ചു വിട്ടു. ഏത്? ഈ കോൺഗ്രസിന്റെ പോലീസേ ഇന്നലെ SFIക്കാരെ നല്ല പെടപടച്ചു വിട്ടു. ഇതൊന്ന് തെലുങ്കാനയിൽ ഇന്നലെ SFIക്കാർ സമരം ചെയ്യാൻ പോയി ഹൈദരാബാദിൽ. നല്ല പെട കിട്ടി അവിടുത്തെ തെലുങ്കാന പോലീസ്, തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി. ഒരു ചുക്കും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ഇവർക്കൊന്നും അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇവരൊന്നും വിളിച്ചാൽ ആള് വരൂല. രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ വേണം. പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിന്റെ പിന്തുണ വേണം. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ വെറുതെ ദിവാസ്വപ്നം കാണുകയാണ്.